ഇന്ന് നമ്മുടെ വ്ളോഗിലേക്ക് പുതിയൊരാളും കൂടെയുണ്ട്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. റെഡിയായി നിൽക്കാൻ പറഞ്ഞാണ്. അപ്പോൾ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. എടാ മോനെ ബാടാ ഇപ്പോൾ വരും. പിന്നെ നേരെ എൽഫീൽഡിൻ്റെ ഷോറൂമിൽ ചെല്ലുക, ഷോറൂമിൽ നിന്ന് ഗർലി എടുക്കുക, വീഡിയോ എടുക്കുക, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക, വീട്ടിൽ ചെല്ലുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ പരിപാടി. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വള്ളി പിടിച്ച് പോവാം. ഇനിയിപ്പം പിങ്കിനെ വിളിക്കണം, പിങ്കി വരണം. ജോയലിലെ മോളെ കീഴിരിക്കുന്നതുകൊണ്ട് അവനും വരത്തില്ലെന്ന് പറഞ്ഞു. നോക്കാം. നികേഷ് ഓടി വരൂ. എടാ പോകാൻ വേണ്ടിയിട്ടാടാ, റെഡിയായി വാടാ. പിന്നെയൊക്കെ സമയത്തിന് വിളിച്ചിറക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, അത് പാഴാക്കരുത്. സമയം അമൂല്യമാണ്. സിബിട് ബാഗിന്റെ സിബ്. അയ്യോ പറ്റാൻ സാർ പറയൂ, എങ്ങോട്ടാണ്? ഹായ് ഗായ്സ്, നമ്മളിന്ന് റോയൽ എൻഫീൽഡ് തൊടുപുഴ. ഇത് പെർഫ്യൂം ഏതാണ്ട് അടിച്ച് പതപ്പിച്ച് വെച്ചേക്കാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ അറിയട്ടെന്നേ, ബോധം കിട്ടുമല്ലോടാ. ബോധം കെടുത്തണം, വണ്ടി ഇട്. ശരിയെന്നാ. അയ്യോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബുള്ളറ്റിൻ്റെ ഷോറൂമിലാണ്. ജിത്തുവിനൊരു പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഗൊറില്ല, അത് അതിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിനൊക്കെ ആയിട്ട് ജിത്തുവിനെ വിളിച്ചേക്കുവാണ്. നമുക്ക് നോക്കാം. ജിത്തു പമ്പ ഷൂട്ടിങ്ങിലൊക്കെയാണ്. ഇതാണ് വണ്ടി. വണ്ടി ക്ലീനായി കിട്ടി. വീഡിയോ എടുക്കണം. ഓക്കെ ബൈ. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സാണ് ഉള്ളതെന്നാണ് പറയണേ. വേറൊരു കളറാണിത്. കൊള്ളാം. നമ്മുടെ കൂടെ ഗോകുലസ് രാജുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് വന്ന ഒറ്റയാനുണ്ട്. നമ്മൾ വീഡിയോ അടിക്കാൻ പോകാം. അതെ അതെ, ഒറ്റയാനിന്ന് വീലിയൊക്കെ അടിക്കാൻ പോകുന്നതാണ് പറയണേ. അറിയത്തില്ല. ഒറ്റയാന് പിന്നെ പണമുണ്ടല്ലോ, പണമുള്ളവരൊക്കെ ആവാം. ഇപ്പോൾ വണ്ടി പുറത്ത് ഔട്ട്ഡോർ കൊണ്ടുപോയി ഷൂട്ടാന്നൊക്കെയാണ് പറയണേ. എങ്ങനെയാണെന്നും അറിയത്തില്ല. ജിത്തു എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ തന്നുവിടുമെന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല. 2 മണിക്കൂറത്തേന് വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. മാക്സിമം ഫോട്ടോസ് വീഡിയോസ് നമ്മൾ 3 കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയാൻ്റെ വീലി. ഒരു കോപ്പില്ല. പിന്നെ എന്റെ റിസ്കിൽ ഇറങ്ങണ വണ്ടിയാ. ഗോകുലിന് ചെറിയൊരു പാളിക്കലൊക്കെ ഉണ്ട് അല്ലടാ. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് എടാ നീ എവിടെയാ? ഞങ്ങൾക്കുള്ള ഷോറൂമില്ല. എടാ മറ്റേ വണ്ടി മറ്റേന്റെ ഇത് കൂട്ടി കിട്ടുമോ? ടെസ്റ്റ് ഡ്രൈവ് കിട്ടുമോ? കിട്ടും. ഞാൻ അതിനു വേണ്ടി വന്ന എന്നെ വിളിക്കട്ടെ? ഇല്ല, വിളിക്കല. നീയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ നിന്റെ റിസ്കിൽ കൊണ്ടുപോയി വണ്ടി. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആരെയും വിളിക്കരുത്. അവന്മാര് ആരായിരിക്കും എന്നെ വിളിച്ചേ? ഞാൻ ഒരിക്കലും ഓടിക്കാൻ കുടിക്കല. ഇനി പറ. അതെ, മനസ്സിലായി. വിക്കി, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്നും വിചാരിക്കരുത്. ഒരു പച്ചയായ സത്യം പറഞ്ഞതേ ഉള്ളൂ. വണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശരി, ചുമ്മാ ഇല്ലാന്നൊക്കെ. ജിത്തു പേപ്പർ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തുവിൻ്റെ ആധാരം, ജിത്തുവിൻ്റെ ലൈസൻസ്, ജിത്തുവിൻ്റെ 2 ലക്ഷം രൂപയുടെ ക്യാമറ, ഇതെല്ലാം ഇവിടെ സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ പോണേ. ക്യാമറ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നു പറയാമോ? പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. ഒരു കട്ട് ചെയ്ത് കളയില്ല. അങ്ങനെ നമ്മൾ പയ്യെ ഇറങ്ങുവാണ്. ട്രാൻസാൽപ്പ്. ഓ, നമുക്ക് അവർക്ക് പ്രമോഷൻ കൊടുക്കണം. നമ്മൾ റോയൽ എൻഫീൽഡിൽ ഇവിടെ അല്ലേ വർക്ക് ചെയ്യുന്നത്. കേട്ടോ, ശരിയാണ്. പ്രഡേറ്റർ വണ്ടി. ഇത് വേറെ ഷോറൂമാണത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. നമ്മൾ വണ്ടി എടുത്തു, പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജിത്തു എന്തൊക്കെയോ തീരെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജിത്തുവാണ് ഇപ്പോൾ വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പോണേ. ജിത്തുവിൻ്റെ ബൈക്കായിട്ട് ഇപ്പോൾ പുറകെ വരും. നമുക്കൊരു 2 ഹെൽമെറ്റും കൂടെ ആവശ്യമുണ്ട്. 2 ഹെൽമെറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ പയ്യെ കൊടയത്തൂർക്ക് പോവാണ്. കൊടയത്തോട് അവിടെ ഒരു കൊടയത്തൊരു പാലമുണ്ട്. ആ പാലത്തിലൊക്കെ നല്ല അടിപൊളി ഫുട്ടേജ് കിട്ടും. ജിത്തു വരുന്നുണ്ട്. ജിത്തുവിന് വണ്ടിയൊക്കെ വളരെ മിനിമലായിട്ടാണ് ഓടിക്കാൻ അറിയത്തുള്ളൂ. പിന്നെ ഈ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ജിത്തു തന്നെ വണ്ടി ഇറക്കണം എന്നുള്ളൊരു ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം നമ്മൾ ജിത്തുവിനിൽ ഇപ്പോൾ വണ്ടി കൊടുത്തു തന്നേ ഉള്ളൂ. ആണോ? അത് ചോദ്യം.
ഫുൾ കൺഫിഗറേഷൻ പഠിച്ചു വെച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ പയ്യെ ഇറങ്ങുവാണ്, കൊടയത്തൂരിലേക്ക് പോവാണ് നമ്മള്. അവിടെ ടാറ്റാ. ഒരു കോഴി കുന്നിന്റെ മേലെ ഇരുന്ന് പോണ പോലെ അല്ലേ? ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഓൺ റോഡ് എത്ര രൂപയുടെ വണ്ടിയാന്ന് പറഞ്ഞ? 220. 220 ആയിരിക്കില്ല, ചിലപ്പോ 3 സംതിങ് ആയിരിക്കും. ഓ, എന്തായാലും കൊള്ളാം. ജിത്തുവിനെ നമ്മൾ അഭിനന്ദിക്കണം അല്ലേ? ജിത്തുവിനെ അഭിനന്ദിക്കണം. ഇനി അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല അത്, അല്ലേ? അതല്ല, ഒരു ടെസ്റ്റ് ഡ്രൈവിന് നമുക്ക് കൊടുത്തു വിടുമ്പോൾ എത്ര കിലോമീറ്റർ വരെയൊക്കെ കൊണ്ടുപോകും? അങ്ങനെ എന്തൊരു ലിമിറ്റേഷൻ ഇല്ലേ? അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ എല്ലാവരും കൊണ്ടുപോയി അതെ കുറെ ഓടിച്ച് തിരിച്ചു കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരു ദിവസം ഒരു യമഹയുടെ ഷോറൂമിൽ പോയിട്ട്, അന്ന് നമ്മൾ MT-15 ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോയില്ല. അപ്പൊ ഈ ഷോറൂമിൽ ഇരിക്കുന്ന ഈ സെയിം റോഡിൽ തന്നെയാണ്. അവര് പറഞ്ഞു, എടാ മോനെ അപ്പുറം വരെ പോയിട്ട് വരാവുള്ളൂ. അങ്ങനെ എനിക്ക് മുന്നേ ഒരുത്തരം പറഞ്ഞു വിട്ടതാ. അവൻ ഞാൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടില്ല. അത് ശരി. ചിലവന്മാര് അവിടെ വരെ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകൂലേ? എടാ ഉള്ള കാര്യം പറഞ്ഞ, വണ്ടി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോമീറ്റർ അല്ലെ ഒരു 5 കിലോമീറ്റർ കൂടി ഓടിക്കാണ്ട് അത് തന്നെ ആ വണ്ടി എന്നാന്ന് മനസ്സിലാവത്തില്ല. അത് തന്നെ. 1, 2, 3, 4 ഗിയർ മാറുമ്പോഴത്തേക്ക് അവിടെ നിർത്താനാണെങ്കിൽ കാര്യമില്ലോ. ടെസ്റ്റ് ഡ്രൈവർ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വണ്ടിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ജിത്തുവിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു സോഷ്യൽ കണക്ഷൻസ് ചെയ്യാനുള്ള ഒരു സ്കില്ലും പുതിയ കണക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് കൊണ്ട് വണ്ടിയുടെ ലോഞ്ചിന് വന്നപ്പോ അവൻ കാര്യങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കും നഷ്ടമൊന്നുമില്ല. ടെസ്റ്റ് ഡ്രൈവിന് കൊടുത്തു വിടുന്ന പോലെ കൊടുത്തു വിടുന്നു. അവന്റെ പേജിന് ഒരു പ്രൊമോഷൻ ആവും, അത് ജിത്ത് ചെയ്തു കൊടുക്കുന്നു. അവന്റെ എബിലിറ്റി, അവന്റെ സ്കില്ലിൽ അവർ ഇംപ്രസ്ഡ് ആയി. കൂടെ നമുക്ക് വണ്ടി ഓടിക്കാം. അത് തന്നെ. അപ്പൊ നമ്മൾ നല്ല നല്ല അടിപൊളി വീഡിയോസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും കുറെ വണ്ടികൾ നമുക്ക് ഷൂട്ടിനായി കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇതൊരു തുടക്കമായിരിക്കും എല്ലാത്തിന്റെയും, അല്ലേ? ഇതെടുത്താൽ മൊത്തം കട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അതൊക്കെ കട്ട് ചെയ്തോളും, മര്യാദ എഡിറ്റ് ചെയ്തോളാം കേട്ടാ. വണ്ടിയോട് നമ്മളെ ഗോകുലിന്റെ വീട്ടിലെത്തി. ഈ ഗോകുലിന്റെ വീട്ടിൽ നിന്ന് 2 ഹെൽമെറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ മൊത്തം 4 പേരുണ്ട്. 2 വണ്ടിയാണ് പോണേ. 1 ഗൊറില്ല, 2 ജിത്തുവിന്റെ വണ്ടി. 1 ഗൊറില്ല, 1 കിങ്കോങ്. കിങ്കോങ്ങിനെ നിങ്ങൾ കണ്ടിട്ടില്ല? കാണിച്ചുതരാം. കിങ്കോങ്ങിന്റെ മോൻ. അതന്നെ. അപ്പൊ ഇനി ഇവിടുന്ന് 2 ഹെൽമെറ്റും കൂടെ എടുത്തിട്ട് എടാ വ്ലോഗ് ചെയ്യുവാടാ. അടുത്ത കാർത്തിക് സൂര്യ കുറച്ച് ബഹുമാനമൊക്കെ കാണിക്കും കേട്ടോ, അല്ലേ? കാർത്തിക് സൂര്യ ആണെന്നു നമ്മള് വലിയ താമസിക്കാൻ അടിച്ചു പിരിയും. ശരിയാട്ടാ, കാർത്തിക് സൂര്യ കൂട്ടുകാരായിട്ട് ഒത്തുപോകത്തില്ലാന്നാ പറയുന്നത്. ശരി. വണ്ടി ഓടിച്ചു വിഷയം. പൊക്ക് വരുന്ന വണ്ടി. എടാ ഫസ്റ്റ് ഇട്ട് ഞാനങ്ങ് എടുത്തു, സെക്കൻഡ് ഇട്ട് ഞാൻ പയ്യങ്ങ് പോകുന്ന എന്തെന്ന് കൈ കൊടുത്ത് വണ്ടി അതുകൊണ്ട് ഓക്കെ. സെക്കൻഡ് ഇയറിൽ ഇച്ചിരി പവർ കൂടുതല, പെർഫോമൻസ് അല്ല അത് കൂട്ട് അല്ല പെർഫോമൻസ് ആയിരുന്നത്. ഞാൻ സാധനം ഈക്കോയിലേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വലിയ വ്യത്യാസമൊന്നുമില്ല. വണ്ടിയൊക്കെ എടുത്തോണ്ട് പോവല്ലേ. ഞാൻ എടാ പയ്യെ പോടാ കൊച്ചു. കൊള്ളാം. 1-2 രൂപയുടെ വണ്ടിയല്ലോ, 3.5 ലക്ഷം രൂപയുടെ വണ്ടിയല്ലേ? പിന്നെ എന്നെ പോലെ ഒന്നുമല്ല, വണ്ടികളെ പറ്റി അത്യാവശ്യം ബോധം വിവരമുള്ളവന്മാരാണ് ഇവന്മാരൊക്കെ, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഇതിന്റെ വ്യൂ കൊള്ളാലോ. അപ്പോൾ നമ്മുടെ വെളിയത്ത് മോട്ടേഴ്സിൽ നിന്നാണ് നമുക്കിന്ന് വണ്ടി കിട്ടിയേക്കുന്നത്. അപ്പം ഗർല 450 സാധാരണ ബുള്ളറ്റ് ഓടിക്കുന്ന പോലെ ഒന്നും അല്ല, എൻഫീൽഡിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ അല്ല. ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. ലിറ്ററലി വാട്ടറിങ് വെള്ളം പോകും. ബജാജുണ്ട് കേട്ടോ. കാരണം ഇതിന് ഫീച്ചറൊക്കെ നോക്കിയാൽ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇത്രയും ഈ കസ്റ്റമൈസ് ചെയ്യുന്ന ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എൻഫീൽഡ് ഞാൻ കാണുന്ന ആദ്യം കേട്ടോ. അപ്പിയറൻസ് അത് അങ്ങനെ നമുക്ക് ഇതിനകത്ത് മോഡും കാര്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്യാം. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കളർ സ്കീമാണ്. ഇതൊരു ഗോൾഡും റെഡും കൂടെ കലർന്ന ഒരു കളറ്. പിന്നെ ഒരു എന്തൊരു ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ 4 കളറാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 3 നേരിട്ട് കണ്ടു. 3 അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ എൻജിൻ ഇരിക്കുന്നതാണ് ഏറ്റവും രസം. ഇതുണ്ടോ സാധനം ഇരിക്കണം, നോക്കി ചൂടുണ്ടോ? വിഷയം തന്നെ.
പയ്യന്മാരെല്ലാം ഇവിടെ എത്തി. ദിസ് ഈസ് ഒറ്റയാൻ ആൻഡ് ഇത് ജോയൽ എ.കെ. ഷാഡോ ആർട്ടിസ്റ്റ്. ദിസ് ഈസ് ഗോകുൽ എ.കെ. ജൂഡോമാൻ. ദിസ് ഈസ് ജിത്തു എ.കെ. മൂത്താപ്പ. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് എടാ ഒന്ന് വീഡിയോ എടുക്കണ്ടാ. ഒന്നുകൂടെ എടുക്കാതെ. ഓക്കെ, അപ്പൊ നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് അശ്വിൻ എ.കെ. ഒറ്റയാൻ, ജോയൽ എ.കെ. ഷാഡോ ആർട്ടിസ്റ്റ്, ഗോകുൽ എ.കെ. ഒന്നുമില്ല, ഗോകുൽ തന്നെ. ഗോകുൽ എ.കെ. സ്യൂഡോമാൻ. നിനക്ക് ഗോകുലക്ക. അത് തന്നെ. ഇപ്പൊ നമ്മള് എന്താ നമ്മളിവിടെ ഇപ്പൊ ഇവിടെ നമ്മള് വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടയത്തൂരുള്ള പള്ളിക്ക് തൊട്ടടുത്ത് ഇച്ചിരി സ്ഥലമുണ്ട്. ഇവിടെ വെള്ളം കയറി. ഇതാണ് പഴയ പ്രൈവറ്റ് ബസ് റൂട്ടാണിത്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ലൂണാറിന്റെ ലോറിയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഈ സ്ഥലത്തിന്റെ ആ ഒരു പ്രകൃതി ഭംഗി മനോഹാരിതയൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പം ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇനിയും കുറച്ചൊക്കെ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിക്നിക്കിനാണല്ലോ പറ്റിയ സ്ഥലം. ഓ ശരി കേട്ടോ. പിക്നിക്കിന്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാം. ഒരു പായൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ പടുത വേണ്ടി വരും. ചുമ്മാ പുല്ലായിരുന്നാലും മതി. നീല ടാർപോളിനായാലോ? വീട്ടില് പായണ്ടായേ പ്രാർത്ഥനകളെ എന്റെ പോരെ? മതി മതി മതി. വീട്ടിൽ പ്രായണ്ടായ എന്റെ വീട്ടിൽ തന്നിട്ടായതൊക്കെ ജിത്തു. അതെല്ലാവരും വീട്ടിലുള്ള. അപ്പൊ നമ്മള് ഷൂട്ടിലാണ് ഗൈസ്. നമ്മള് ഇനി പയ്യെ ഒറ്റയാനെ വെച്ചിട്ടുള്ള ആദ്യത്തെ ഷൂട്ടാണ് നമ്മൾ എടുക്കാൻ പോണേ. നമുക്ക് പയ്യെ തുടങ്ങാം. അതന്നെ, നമ്മൾ ആദ്യം ഒറ്റയാനെ നായകനാക്കിക്കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോവാണ്. അപ്പം അതിലേക്ക് കിടക്കാം. ഒരു സംഭവം പറയട്ടെ. വേണ്ട പറയണ്ട. അതല്ല ഒരു സംഭവം പറഞ്ഞത് കൊടുത്തിട്ടില്ല. പാട്ടി ഓക്കെ, 3, 2, 1 നടന്നു പറടാ. ഒന്നും നടന്നോ? ഫോക്കസ് ഷിഫ്റ്റ് ആയില്ല. റെഡിയല്ലേ? ഓക്കെ, ഓക്കെ, ഒന്നും നടന്നോ? അത് കിണ്ണൻ. ഈ സ്ഥലത്തിന്റെ പേരാണ് കൊടയത്തൂർ. ഈ വണ്ടി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അധികം ആരും കണ്ടുവരാത്ത കസ്റ്റം മെയ്ഡ് 1000cc 2 പൂജ്യം കട്ട് ചെയ്തുള്ള വണ്ടിയാണ്. 10 cc വണ്ടി ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടും. അത് തന്നെ ഇതിന്റെ വലിയൊരു ഫീച്ചറാണ്. ഹീറോ ഹോണ്ട CD ഡോട്ട്. വണ്ടി ഓടില്ല. ബിൽറ്റിനായിട്ട് നമുക്ക് റെയിൻകോട്ടൊക്കെ വെക്കാൻ പറ്റും. അതായത് ഡസ്കില് മാത്രമാണ് ഈ വണ്ടി ഓടിക്കാൻ പറ്റാത്തതുള്ളൂ. CD 1000R ഓണർ. 1000 ഓണർ റേസിംഗ്. എടാ ഇതിന്റെയൊക്കെ വീഡിയോ റേസിംഗ് റേഞ്ച് റോവർ. ഓ റേസ് റെപ്ലിക്ക. ഞാൻ റേസർ രമേശ് എന്ന് പറഞ്ഞു. ഇവ വേറെന്തോ പറഞ്ഞു. റേഞ്ച് റോവർ. റോൾസ് റോയ്സ് അടുത്തവൻ. അലിന് വെള്ളത്തിൽ ഇറക്കിയേക്കുവാണേ. ഓക്കെ, 3, 2, 1 നടന്നോന്നേ. ഫോൺ നോക്കി. അപ്പൊ അങ്ങനെ ഒഫീഷ്യലി അശ്വിന്റെ തന്ത ഞാനായിട്ട് മാറിയിരിക്കുകയാണ്. അവൻ എന്റെ നമ്പർ അവൻ ഡാഡിന്ന് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ജിത്ത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്പർ അങ്ങ് മാറ്റി തന്തമാക്കി കഴിഞ്ഞാൽ അപ്പൊ അയാളെ തന്തയാവുന്നതാണ്. യെസ്. ഇവിടെ ഒരു കണ്ണാടി ജീനും കൊടുത്തേ. മാറ്റിയടാ നീ. അടാ ഇനി കോള് തന്നെ കൂടെ കാണിക്കണം. നീ വിളിക്കുമ്പോൾ അവിടെ ഡാഡി എഴുതി കാണിക്കാം. എന്നാലും നമുക്ക് പ്രൂഫ് ആവാൻ പറ്റുള്ളൂ. ചിലപ്പോ അടിയിൽ ചിത്തോട്ടുമ്പോ കല്ലുവിളിക്കുന്ന അത് കുഴപ്പമൊന്നുമില്ല. നീ ഇവനെ കെട്ടിച്ച് വിടണം. ചെലവ് നോക്കണം. ഇതെനിക്ക് വാങ്ങിച്ചതാ. അത് ശരി കേട്ടാ. നീ പഠിച്ചൊരു ജോലി മേടിച്ചൊരു സ്വന്തം കാശോട്ട് മേടിക്കാൻ പറ്റി മേടിച്ചാൽ മതി. നിങ്ങൾ അപ്പനും മോനെ പണികൾ നിർത്തിട്ട് പണിയെടുക്കണം. വീഡിയോ എടുക്കാൻ എനിക്ക് ബാക്കി. വീഡിയോ എടുത്താൽ ഈ സാധനം അവസാനം കൊണ പറയണോ വീഡിയോ എടുക്കണോ? കൊണ പറയാം. ശരി വിളിക്കല്ല ജോലി. ക്യാമറ ഫ്ലിപ്പായി. അവിടെ ഡയറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷേ അതിൽ കാര്യമില്ല. അശ്വിൻ പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ ജിത്തു ഇങ്ങനെയാണ്. അശ്വിൻ അവിടെ വന്ന് പോയിരുന്നേ അപ്പൊ അവരോട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ജിത്തു ചോദിക്കും, എന്താടാ നീ അവിടെ പോയി നിൽക്കുന്നത്? പിന്നെ ചെറുക്കോട്ട് പോയി നിൽക്കാം. അവരുടെ ചെറുക്കം പറ്റി എന്റെ വീടെ തുള്ളി തുള്ളിയൊക്കെ വീഴുന്ന കാണുമ്പോ രസമൊക്കെ ഉണ്ട്. ചെൽസി ബൂട്ട്സ് ഒക്കെ ഇട്ടാണല്ലോ സൈലന്റ് ആയിക്കടാ. 3, 2, 1 എടുത്ത് വിളിച്ചടാ. ഇപ്പൊ വരും. എടാ മറ്റേ ആ ഒരു വേറെ മിനിറ്റ് ആ പാട്ടിന്റെ അത്രയും ലെങ്ത് വേണം.
Wait a minute. Get you highlighted. Chose. എന്നടാ ഇത്? ഞാൻ ഇവിടെ പാടി കൊടുക്കാം. എന്നെ ഇത്? ഞാനല്ലേ? അതല്ല ഇത്. But. ഇപ്പൊ വരും. Okay. ഹലോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് റണ്ണിങ് ഷോട്ട് കാണിച്ചു കൊടുക്കും. എടുക്കണം. അപ്പോൾ ഒറ്റയാനാണ് നമ്മുടെ റൈഡർ. അസാദ കിട്ടാനുള്ള തന്നെ. ABS ഉള്ള വണ്ടി തെന്നിക്കാൻ നോക്കണ ഊള പൊട്ടൻ. പൊട്ടൻ എന്ന് പറഞ്ഞാൽ മരപ്പൊട്ടൻ. പറ്റിപ്പോയതാണ്. നമ്മുടെ എൻഫീൽഡിന്റെ ഹിമാലയൻ 450 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ABS ഓഫ് ആക്കാം. പക്ഷേ ഇതിനകത്ത് രണ്ട് മോഡാണ് ഉള്ളത്. ഈക്കോ മോഡും ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് മോഡും ഉണ്ട്. പക്ഷേ രണ്ടിനകത്ത് നമുക്ക് ABS എപ്പോഴും ഓൺ തന്നെ ആയിരിക്കും. ഇത് ടെസ്റ്റ് റൈഡ് വണ്ടി ആയതുകൊണ്ടാ. അല്ലല്ല, പിന്നെ എല്ലാ വണ്ടിക്ക് ഓൺ ആക്കാം. അവര് പറഞ്ഞല്ലേ എടാ ഹിമാലയൻ 450ക്ക് ABS ഹിമാലയൻ ആണ് നമുക്ക് ABS ഓൺ ഓഫ് ആക്കാൻ പറ്റുന്നത്. ഞാൻ തരെയൊന്നും ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടൊന്നുമില്ല. മ്യൂട്ട് ചെയ്ത് വിട്ടോടെ. മൂത്താപ്പയുടെ ചാനലായിട്ട് ഇറങ്ങുന്നത്. കമ്മ്യൂണിറ്റി സൈറ്റ് ഇട്ടിട്ട് അവസാനം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. മറ്റേ കഥ കാണിച്ചു കൊടുത്ത് കരാട്ടെ പഠിച്ചവർക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. അല്ല ഒരു സാധനം കാണിക്കും, പിയാനിയുടെ കാണിക്കും. ബാക്കി അല്ല അമ്മാൻ എന്നോട് വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്തോണ്ട് ബെൽറ്റിന്റെ കഥയല്ലേ ഇത്? നിനക്കറിയോ ഈ സാധനമൊക്കെ? എടാവേ ഞാൻ ബ്ലാക്ക് സെക്കൻഡ് ആനാ. താരടിച്ചത് വേത്ത് കള്ള കടയാടി പോലെ. അതല്ല പറഞ്ഞേ, കരാട്ടയ്ക്ക് പോയി കഴിഞ്ഞ് വെയിലത്ത് നിന്നതിന് താരടിച്ചു. ചെറിയ ഡാൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പണി എടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയത്. പൈസ കൊടുത്തുണ്ടാക്കി. എന്നതാണ് അവര് പറയുന്നത്? എന്നാണ് അവരിപ്പ പറഞ്ഞേ? ഓടാ ശരിക്കും അതെന്നെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എടാ കുറെ, അതായത് ഷോട്ടോക്കാൻ ഉണ്ട്, ഷിറ്റോറിയോ ഉണ്ട്. ഷോട്ടോക്കാൻ അത്യാവശ്യം പെട്ടെന്ന് ബ്ലാക്ക് ആവും. ഷിറ്റോറിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഷിറ്റോറിയോ എത്രയാ? യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ബ്രൗൺ ഫസ്റ്റ്, ഗ്രീൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ബ്ലാക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഡാൻ 1, ഡാൻ 2, ഡാൻ 3. അത് കഴിഞ്ഞ് റെഡ്. അത് എന്റെ അറിവിൽ അങ്ങനെ ഇവിടെ ആർക്കുമില്ല. എനിക്കറിയാം. പിന്നല്ലേ ചുവന്ന കോണ കൊടുത്തോണ്ട് പോകുന്നല്ല. പഠിച്ചിട്ടുള്ളോ അത്? ഗുസ്തി നിന്റെയൊക്കെ സമയം ആവുന്ന അതല്ലല്ലോ എന്നെ തെറിയല്ല, കളക്കടയാടി പോലെ. പുള്ളി പറയുന്ന പവർ ഉണ്ടല്ലോ. സുരേണ്ണൻ ബ്ലഡി പ്രൊജക്ട് കുന്നേലാവത കുട്ടി, ആണുങ്ങളിൽ അബ്കാരിയായ മൂത്താപ്പ കടയാടി അല്ല കടയാടി ആകവൻ. അവൻ ഔദൽ ഉണ്ണിക്കുട്ടി അല്ല, ഔദൽ അതെ ഔസബജൻ. മൈ നെയിം ഈസ് ഗുസ്താവോ അന്തോണിയോ മൊണ്ടാന. തോമസ് ഷെൽബി. ഡോക്ടർ തോമസ് MBBS. കോട്ടില്ലാന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. കറപ്പെട്ട് വക്കീലാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഡാൻസ് എടുത്താലോ? അപ്പൊ പച്ചയിട്ട ഞാൻ ആര്? മുസ്ലിം ലീഗുകാരനോട് ലീഗിന്റെ ആളായിരിക്കും. വേണ്ട, ഇത് മറ്റേ പറയണ്ടല്ലോ. മറ്റവളല്ലേ, ബ്ലേക്ക് അല്ലേ? ബ്ലേക്ക് ആണെങ്കിൽ കൊള്ളാം, പക്ഷെ ടൈലർ സ്വിഫ്റ്റിന് അത്രയും പൊക്കമില്ല. അത്രയും അതും ശരിയാ, അത്രയും
അതെ അത്ര സൈസ് നമ്മളൊരു ബേസിക് അനാറ്റമി കാണിച്ചു എന്നല്ലേ ഉള്ളൂ. അല്ല ബ്ലേക്ക് ലൈവിൽ തന്നെയല്ലേ മറ്റേ ബ്ലേക്ക് ലൈവ് അല്ലെങ്കിൽ ഞാൻ കാണൂല. നീ കണ്ടില്ലേ എന്റെ പൊന്നളിയാ അതിനകത്ത് ഒരു ഹെൻറി കാവിന്റെ ഒരു മരമുണ്ട്. ഹെൻറി കാവിലിനെ ഞാൻ ഷോർട്സിൽ കണ്ടായിരുന്നു പണ്ട് ലീവ് ഇറങ്ങി. എടാ അത് ഇതുപോലെ അല്ലടിയാ. ഓ അവര് വേറുണ്ട്. ലിയോ ഉണ്ടല്ലേ, അതായത് വിജയുടെ കട്ട ഫാനായിട്ടുള്ള എടുത്തിട്ടുണ്ട് നമ്മുടെ തണ്ണി. അല്ല സണ്ണിനെ കടയെ കയറി ചെവിച്ചെന്നാണ് അവൻ കഥ പറഞ്ഞു കൊടുത്തത്. അയ്യോ ഇതൊരു അവസ്ഥ ചിന്ന എടാ അതിനകത്തുണ്ടല്ലോ ഒരു മച്ചാനുണ്ട് പുള്ളിങ്ങനെ എടാ അതല്ലല്ലോ എന്നാ സെറ്റപ്പ് ആയിരുന്നടാ. ഓ ഞാനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഫുൾ സ്പൂഫ് മാറും. ഏതാ വലിയ കാര്യമായിട്ടൊന്നും അല്ല എന്നാ ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. എന്നാ നീ കഥ കാണൂല പറഞ്ഞേരട്ടെ. ഒരു 100 വേണ്ട, 100 എടുപ്പോൾ ഒരുമിച്ചിരുന്നാണോ? അയ്യേ പിന്നെ നീ കഥ കാണാം, അല്ല സിനിമ കാണാൻ വേണ്ടി തന്നെ. ട്രെയിലറും പോട്ടെ. ആദ്യം ഒരു ഡാൻസ് ഉണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു പോയി. അതറിയില്ല ഈ സംഭവത്തിന്റെ ആ സാധനം മാത്രം നമുക്ക് ആർക്കും കണ്ടില്ല. ഡാൻസ് മാത്രം കണ്ടില്ല. സമയത്തിനൊക്കെ സിനിമ ഇറങ്ങിയതിന് മുമ്പ് അറിയായിരുന്നു സ്വാഭാവികം. അതിനകത്തൊരു മെയിൻ സാധനം. ഓയ്യോ നിനക്ക് ബ്ലേഡിന് ഇഷ്ടമാണോ? ബ്ലേഡിന് അറിയത്തില്ല നിനക്ക്? ബ്ലേഡ് വരുന്നുണ്ട്. എടാ ബ്ലേഡിന്റെ ഒരു എൻട്രി ഉണ്ടോ? പുള്ളി ഇങ്ങനെ നടന്നിട്ട് ഒരു സൈഡിലേക്ക് ഒരു നോട്ടൊക്കെ നോക്കി ഇങ്ങനെ പടം കാണട്ടെ. അവര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കല്ലേ. എല്ലാ ബാക്കിയോടെ പറയാ. എന്നാലേ ലേഡി ഡെഡ്പൂൾ ശരിക്കും നമുക്ക് ആരാന്ന് അറിയാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നീ ആരായാലും അത് മറ്റേ പെണ്ണുമ്പോൾ തന്നെ അവന്റെ പെണ്ണുമ്പോൾ അത് കാണിക്കത്തില്ല. കാണിക്കണായിരുന്നു. സിനിമ വരും അതിനായതുകൊണ്ട് കഥ പറയാം. തുടക്കത്തിൽ എൻഡ് ക്രെഡിറ്റ്സ് കാണിക്കും. നീ തുറക്കാൻ കണ്ടില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ എന്തുവേണേ പറയാലോ. അവഞ്ചേഴ്സ് നീ കണ്ടോ? ഇത്രയും കഥ അറിയിട്ട് അവര് പടം കാണാൻ പോടും. ഇതൊക്കെ കോമിക്കിലുള്ളതാ ഓൾറെഡി. നീ കോമിക്ക് വായിക്കാറുണ്ടോ? എന്നാ വായിക്കുന്നത്? ആൾക്കാരെല്ലാം വന്ന് ഇതിന്റെ കമന്റ് സെക്ഷനിൽ തെറി വിളിക്കും. സ്പോയിലർ ഡെഡ്പൂളിലെ സ്പോയിലർ ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തേന് ആരും കാണരുത്. ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ടേക്കാം. പെട്ടെന്നൊരു കസേരയിലേക്ക് ഇരിക്കുക. ഡിസ്ക്ലെയിമർ. അപ്പോ നമ്മൾ പറയാവുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. എടാ ശരിക്കും ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്നല്ലായിരുന്നു ആദ്യം. അത് വോൾവറൈൻ ഡെഡ്പൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂ ജാക്ക്മാൻ ആണ് ഈ സാധനം പ്രപ്പോസൽ ആദ്യം വെച്ചത്. അപ്പൊ കണ്ടന്റ് എടുക്കണം. ഇപ്പൊ നമ്മൾ ഒറ്റ ടേക്കിൽ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ ശരിയാകും. ഇപ്പൊ നമ്മുടെ റെഡിയല്ലാ? റെഡിയല്ലേ? ഓക്കെ 3, 2, 1 പോരാ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നടാ. വണ്ടി ഓഫ് ആക്കടാ. ഹെൽമെറ്റ് ഇരിക്കും. എങ്ങനെയുണ്ട്? 650 450 ഇഷ്ടപ്പെട്ടോ? വണ്ടിയൊക്കെ എടുത്താലോ? എടുക്കാനുള്ള ഫണ്ടിലേട്ടോ ഇപ്പൊ ഇല്ലെങ്കിൽ എടുത്താലോ ഞാൻ. ദാരിദ്ര്യം. പിന്നീട് എന്താ പറയാറല്ലേ? അവിടെ നിർത്തിയിട്ട് പെർഫോമൻസ് മോഡിലാക്കി. അയ്യോ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞേക്ക്. ഗിർല 650 450 ആണോ? 450 ഒന്നുകൂടെ പറ. ഗിർല 450 എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മളിപ്പോൾ ഉള്ളത്, നമ്മളിന്ന് വണ്ടി എടുത്തത് തൊടുപുഴയിലുള്ള വെളിയത്ത് മോട്ടോഴ്സിൻ്റെ എൻഫീൽഡ് ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അവർ നമ്മളോട്. നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് വണ്ടി ഇത്രയും നേരം തന്നു വിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ എടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടുള്ള അവർ സമ്മതിച്ചു. സോ ബിഗ് താങ്ക്സ് ടു ദം. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വെളിയത്ത് മോട്ടോഴ്സിലേക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇവിടെ വലിയ അവൈലബിൾ ആണ്. കേരള 450യുടെ അതുപോലെ ഇതിന്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ വെളിയത്ത് മോട്ടോഴ്സിൽ റെഡി അവൈലബിൾ ആണ്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. നമ്മൾ പോവാണ്. ഇനി നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് പരിപാടികൾ തീർക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് ഇറങ്ങുവാണ്.
നമ്മളെ കൂടെ വീങ്ങി പോണേ. അപ്പോൾ നമ്മൾ ഇവിടെ UK എന്ന് പറഞ്ഞ ഒരു തുണിക്കട അതെ ഉണ്ട്. അവിടെ പോയിട്ടൊരു സാധനം, ഒരു പാൻറ്റ് മേടിക്കണം. അത് മേടിച്ചിട്ട് ബാക്കി. ഓക്കെ. അങ്ങനെ നമ്മൾ എൽഫിന്റെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി പിന്നിക്ക് പാൻറ് മേടിക്കാൻ വേണ്ടി പോവാണ്. അതെ, പാൻറ്റ് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. മേടിക്കാൻ പോകുന്നത് പാൻറ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ മേടിക്കാൻ കാശില്ല. ഞാൻ മേടിക്കും, എൻ്റെ പൈസ ഉണ്ട്. ആവാലോ. സോ കോൾഡ് ഫോട്ടോഗ്രാഫർ, ഫേമസ് ഫോട്ടോഗ്രാഫർ ഇൻ തൊടുപുഴ. ഇവിടെയാണോ ബ്രോ, അങ്ങനെ പിന്നിക്കും പിന്നിക്കൊരു ചേട്ടന് വേണ്ടി നമ്മൾ പാൻറ് മേടിച്ചിരിക്കുകയാണ്. യെസ്. തൊടുപുഴയുടെ സ്വന്തം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചിരിക്കുന്നു. UK. ഇനി നമ്മൾ നേരെ പോകുന്നു സയാൻ മന്തി. വെയിറ്റ്, ഒരു മന്തിയിലേക്കും ഇല്ല. But I have an issue with this. I have an issue. ഇന്ന് മാങ്ങാത്തിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയി. ആണോ? പറയാം. പറയാം, വാ. പറഞ്ഞിട്ട് വരാം. ഏതാ ബട്ടൺസ് പൊട്ടിപ്പോയോ? തയ്ച്ചു നോക്കണം. അതെ, ബട്ടണൊക്കെ പൊട്ടിനൊക്കെ ഇരിക്കും. പ്രോബ്ലം സോൾവ്. അങ്ങനെ പൊട്ടാൻ പറ്റില്ലല്ലോ. ഏതാ പൊട്ടിപ്പോയതാ? പൊട്ടിപ്പോയി ഇവിടെ കണ്ടി എടുപ്പി ഇതല്ലേ, ഇതിപ്പോ എടുത്ത് ഇങ്ങോട്ട് പിടിച്ചു. ഈ ബട്ടൺ പോയതാണോ പറഞ്ഞത്? മേളത്തെ വട്ടം എന്ത് ചെയ്തപ്പോഴാ പോയത്? ഈ കല്ലിട്ടാണോ അലക്കി? ഞാൻ കല്ലിൽ കളിക്കൊന്നുമില്ല, അമ്മ കല്ലിൽ കളിക്കുന്നു. ആലക്കാരൊന്നുമില്ല. അപ്പൊ ഇല്ല, ഞാൻ വീട്ടിൽ കൊണ്ട് കൂട്ടിയൊക്കെ ഇടും. ഇവൻ വീടിച്ചെന്ന് ഓർഡർ കൊടുക്കും. വീടിച്ചെന്ന് ഓർഡർ കൊടുക്കും. കുഞ്ഞാച്ചേ എന്നൊരു ചായ വരും, അമ്മേ എന്നൊരു തുണി വരും. വിഷയമായ ഇവരൊക്കെ ഇവിടത്തെ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാഗ് എടുക്കണം. ബാഗ് എടുത്തിട്ട് നമ്മൾ നേരെ പോകും. വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. എന്താണ് ചിത്രം, എന്തെങ്കിലും മേടിക്കണം നിനക്ക്? എനിക്ക് പാൽക്കപ്പ കഴിക്കണം. പാൽക്കപ്പ. ഇന്നലെ രാത്രി മൂന്നാർ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാൽക്കപ്പ കഴിക്കാൻ വേണ്ടി കഫേ തേടിയിട്ട് ചെന്നത്തേനും പാൽക്കപ്പ തീർന്നു പോയിന്ന്. തൊടുപുഴ ഏറ്റവും ബെസ്റ്റ് പാൽക്കപ്പ കിട്ടുന്ന സ്ഥലം ഏതാ? കഫേ 38. നീ കഴിച്ചിട്ടുണ്ടോ അവിടുന്ന്? ആണോ? അങ്ങനെ നമ്മൾ കഫേ സീ ഫുഡിൽ അല്ല, കഫേ 38 സീ ഫുഡിൽ നമ്മൾ കഫേ 38 സീ ഫുഡിൽ ഞാൻ കൊടുക്കുന്നില്ല കുഴപ്പമില്ല. നമ്മൾ തൊഴിലുള്ള കഫേ 38 പാൽക്കപ്പ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഇന്നലെ പാൽക്കപ്പ് കിട്ടിയാൽ എനിക്കൊന്ന് സങ്കടമായി. അപ്പം ഇന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം വേറെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കഴിക്കാം. എനിക്ക് വളരെ അതങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതാണ് അവന് മനസ്സിലായത് ഇന്നലെ കൊണ്ട്. ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന വെജ് പുലാവ്. ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ചിക്കൻ നൂഡിൽസ്. വായിക്ക് വയ്യ, പല്ലിന് വയ്യ. ഒരു പല്ലുണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് മഞ്ചട്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കാം. അതൊക്കെ ഉണ്ട്. മീനിങ്ങിൻ്റെ ആൾക്കാരുണ്ട്. കർത്താവേ, നല്ല അടിപൊളി വെള്ളം, നല്ല തണുപ്പുണ്ട്. മഞ്ചട്ടി പിടിക്കുന്നത് നല്ല തണുപ്പാണ്. അപ്പം തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒഴിക്കണ്ട, എനിക്ക് ചൂടുവെള്ളം മതി. ഓക്കെ, എനിക്ക് ചൂടുവെള്ളം മതി. പിന്നെ നമ്മുടെ പ്രേമൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിട്ടില്ല. അവനിപ്പോൾ തന്നെ വരും എന്ന് തോന്നുന്നു. നോക്കാം. ഞാൻ ഈ പ്രേമനെ നമ്മളോട് ജോയിൻ ചെയ്തു. ബ്രോ, നീന കഴിക്കണേ? ഞാൻ പാൽക്കപ്പ, ഇവൻ വെജ് പുലാവോ, ഇവൻ ചിക്കൻ നൂഡിൽസ്. നിനക്ക് എന്താ വേണം? മെനുവിൽ ഏറ്റവും വലിയ സംഖ്യ, 4 അക്ക സംഖ്യ. പൊറോട്ട നല്ലതാ. പൊറോട്ട നല്ല. നീ ഉദ്ദേശിച്ച ഉപ്പിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഫുഡ് വഴി ചെല്ലുന്ന ഉപ്പ് അത് വേർതിരിച്ച് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഡയറക്റ്റ്ലി ഉപ്പിട്ട് കൊടുത്ത് വിഷയാവുന്നതാണ്. അങ്ങനെ വരുമോ? സംഭവിക്കുമോ? ഒത്തിരി ഉപ്പുള്ള ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പാൽക്കപ്പ എന്ന് പറയുന്നത് പശുവിന്റെ പാലൊക്കെ ഇട്ടിട്ടിരുന്നു. എന്നാ ചെയ്യണ്ടേ? സാധാരണ തേങ്ങാപ്പാലല്ലേ ആലോചിച്ച് നോക്കാം. അതുപോലത്തെ പാലൊക്കെ ഇട്ടിട്ട് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പാലും കപ്പയും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന വിരുദ്ധാഹാരം ഒന്നുമല്ല. അല്ല, എന്നാലും ടേസ്റ്റ് വൈസ് ഒന്ന് ആലോചിച്ച് നോക്കും. അത് ആ പാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി നീ മറ്റേ ആടിന്റെ ഇടുപ്പ് വരെ കഴിക്കുന്ന ആളാ. അല്ല, പോത്തിന്റെ പതറ്. എടാ, തൊടുപുഴയിൽ പോത്തിന്റെ ബ്രെയിനൊക്കെ കഴിക്കുന്ന കളിയെ മാത്രമേ ഉള്ളൂ. സീര, അതെ, ബീപ്പയുടെ ഒരു കോൺട്രാക്റ്റാ. നിങ്ങൾക്ക് പോത്തിന്റെ കിടുകാമണി വേണം?
ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ ബന്ധപ്പെട്ടിട്ട് എന്നാ കാര്യം? ഇറച്ചിക്കട പോയിട്ടില്ല. പരിചയമുള്ള നിങ്ങൾക്ക് ഇപ്പം നാണം ഉണ്ടായിരിക്കും ചോദിക്കാൻ. വിഷയമില്ല, പരിചയക്കാരുടെ കടയോട്ട്. ഞാൻ പോയിട്ട് പറയും, "അണ്ണാ, ആ തുണി കിടക്കുന്ന സാധനമില്ല." മണി മണി അതെ, ഞാൻ പയ്യെ പോയിട്ട് ഇത് പയ്യെ കടയിൽ പോയിട്ട് ഞാൻ പറയും, "ചേട്ടാ, ആ സാധനം ഇട്ടേക്കാം." ചുറ്റും ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ തൂങ്ങണ്ടാവും. വേറെ ആരും കാണുന്നുണ്ടോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയണായിരിക്കും, ചേട്ടാ അതും എടുത്തേക്കാൻ. അപ്പൊ കടയിലെ പുള്ളി എന്നാ മണിയാണോ അങ്ങനെ ഒരു അപ്പൊ തന്നെ സാരം എടുക്കും. എങ്ങനെയുണ്ട് മണി? എങ്ങനെയുണ്ട്? ബബിൾഗം പോലെ ഇരിക്കണം, വളവളായിരിക്കും. നല്ല നൈസായിട്ടായിരിക്കണം. നല്ല വലിയ പീസാണെങ്കിൽ പല നേരം വായി കിടന്നെങ്കിൽ വേദന എടുക്കുന്നു. മണി നൈസായിട്ട് അരിയണം എന്നൊക്കെ പറയുമ്പോ എങ്ങനെ അറിയത്തു? അടിപൊളി സാധനം. ഈ സാധനം കറിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറി ഇല്ലാതെ നിനക്ക് പാൽക്കപ്പയുടെ ഒതന്റിക് ടേസ്റ്റ് വേണമായിരിക്കും. പാൽക്കപ്പയും ബീഫും. അടിപൊളി സാധനം. പാൽക്കപ്പയും പോത്തുംകാലും. പോത്തിന്റെ കാലം. പോത്തിന്റെ പോത്തുംകാലം മറ്റേ മജ്ജില്ലേ, മജ്ജ. അത് മജ്ജിങ്ങനെ അടിക്കണം. മജ്ജിങ്ങനെ അടിക്കണം. മഞ്ചക്കിട്ട് വരെ പൊടിപ്പിച്ചത്. മീൻകറി. മീൻചാറാ. തേങ്ങ അരച്ച അല്ല, മുളകിട്ട മീൻകറി. ആ നമ്മൾ വലുതായിട്ട് കടിക്കണ്ടല്ലോ. പല്ലുവേരയാ. നൂഡിൽസ് വന്നു. ഇത് 2 ഐറ്റം കൂടെ വരാനുണ്ട്. നീ എന്നാ പറഞ്ഞു? ഞാനാ പുല. ഞാൻ പുലാവോ? ഞാനൊരു ക്വാർട്ടർ അത്തപ്പൂക്കളം, ആ ഒരു അര മാവേലി, ജിത്തുവിന്റെ അപ്പന്റെ ഒരു സ്പെഷ്യൽ ആണ്. എന്താണ് നിങ്ങൾ ടോമിയെ പിടിച്ചു കൊടുക്കുന്നത്? ടോമി ഗ്രില്ല്, സോയ സോസ്, ടൊമാറ്റോ സോസ്, ടിപ്പിടാണ്. ടിപ്പ് ടിപ്പ്. അതെ, അത് ഞാൻ എടുത്തില്ല. എന്തായാലും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കണം. നെറ്റിയൊക്കെ കയറി. ദൈവമേ, സൂപ്പർ വ്യൂവിൻ്റെ സൂപ്പർ വ്യൂവിൻ്റെ നെറ്റ് കയറി എന്ന് വിചാരിച്ചു. അതാ പറഞ്ഞെ. സൂപ്പർ വ്യൂ സൂപ്പർ വീഡിയോ ഒന്നും എന്ത്? ഫോർഹെഡിന്നല്ലേ പറയണേ. ആ ഒരു കൈ മൊത്തം വെക്കാനില്ല. നല്ല ശരിയാണോ? ഞാനോട് കേസ് എൻ്റെ പുതിയ മോതിരം. ഞാൻ പൃഥ്വിരാജ ഉണ്ണിമുഖത്തിന് ഞങ്ങളിപ്പോൾ ഇല്ലുമിനാറ്റി ചേർന്നു. പുള്ളി പറഞ്ഞു ഇതുപോലത്തെ മോതിരം ഇട്ടോ നടക്കണം, ആൾക്കാരെ കാണി ഇട്ടോ നടക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇലൂമിനാറ്റി എടുത്തെങ്കിൽ അതിന്റെ അതപ്പതനാണ്. കാശുള്ളമാരി ഇല്ലുമിനാറ്റി എടുക്കത്തുള്ളൂ, അത് വേറെ കാര്യം. ജിത്തൊന്നും അപേക്ഷിക്കത്തില്ലാണോ? ഓ പാസ്വേഡോ പറയും, ഞങ്ങൾ ഒറിജിനൽ ആൾക്കാർ പറയും. രണ്ടിനോ ഒരു സ്റ്റെപ്പ് കയറിയാൽ മതി. ജോയിലുണ്ട്, ആദർശ് ഉണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഗോകുലിൻ്റെ വെല്ലിച്ചനെ കാണാൻ വേണ്ടി മുതലക്കോടം സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ പോയി. മുതലക്കോടത്ത് പോയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇമ്പ്രൂവ്മെന്റ് വിഷയമൊന്നുമില്ല. അതിനെ വലിയ താമസിക്കാതെ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു. അതുകഴിഞ്ഞ് നമ്മൾ പരിശുദ്ധ ദേവാലയമായ സെൻറ്റ് ജോർജ് മുതലക്കോടത്ത് പോയ ശേഷം നമ്മൾ പിരിയുകയാണ്. യെസ്. ഓക്കെ, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കും. അതെ, ഇന്ന് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നല്ലേ? കുറേ അധികം പരിപാടിയുണ്ട്. കൊള്ളാം, മിഷൻ സക്സസ്ഫുൾ. ഞാനത് നല്ലൊരു വെൽ ഡേ സ്പെൻഡ് ആയിരുന്നു. അതെ അതെ, അതുകൊണ്ട് കുഴപ്പമില്ല, നോ റിഗ്രറ്റ്സ്. അല്ല എന്തെങ്കിലും നീ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ വാഴ അടിക്കാനാണല്ലോ നമ്മൾ പോകുന്നത്. വലിച്ചനെ കൊണ്ട് അല്ല, വലിച്ചൻ താമസിക്കുന്ന ഇവിടെയല്ല, കലൂര തറവാട്. ഇത് അവന്റെ മാത്രം സ്വന്തം ബിൽഡിംഗ്. അപ്പോൾ ഓക്കെ ബൈ. എടാ മറ്റേ BGM ഇട്ടോ, ഓങ്കാ കണക്കാ. 1 2 3 സ്റ്റാർട്ട്.